പുലർച്ചെ 6 മണി. വീടിന് മുന്നിൽ ആരോ നിർത്താതെ കാളിംഗ് ബെല്ലടിക്കുന്നു. നിവർന്ന് നിൽക്കാനൊന്ന് പാടുപെട്ടെങ്കിലും രാജ്കുമാർ എങ്ങനെയോ മുന്നിലെത്തി കതക് തുറന്നു. അത് വികാസ് ആയിരുന്നു. എന്താ വികാസ് ഇത്ര രാവിലെ എന്ന ചോദ്യത്തിന് ഒരു ചെറുപുഞ്ചിരി മാത്രം ഉത്തരം നൽകി. വികാസ് ആരെയോ ഫോണിൽ വിളിച്ച് രാജ്കുമാറിന് നൽകി. ഹാപ്പി ടീച്ചേഴ്സ് ഡേ സാർ എന്ന്. ആദ്യ 11-നുള്ളിൽ ഇടം പിടിക്കാത്ത അണ്ടർ ജൂനിയർ ടീമുകളിലെ വാണ്ടർ ബോയായും ഒതുങ്ങി നിന്നവനെ ഈ നിലയിലാക്കിയതിന് നന്ദി എന്നും പറഞ്ഞ് ഫോൺ കാൾ കട്ടായി. രാജ്കുമാർ സാറിന് സമ്മാനമുണ്ടെന്നും പുറത്തേക്കൊന്ന് വരണമെന്നും വികാസ് ആവശ്യപ്പെട്ട റോട്ടിൽ തന്റെ പ്രിയ അധ്യാപകന് തോൽവികളിൽ പിടിച്ചു നിർത്താൻ കരുത്ത് നൽകിയ തന്റെ പ്രിയ ഗുരുവിന് ശിഷ്യൻ നൽകിയ റാപ്പിഡ് കാർ ഉണ്ടായിരുന്നു. ആ ശിഷ്യൻ മറ്റാരുമായിരുന്നില്ല. നിങ്ങൾ ഒരിക്കലും പെർഫെക്റ്റ് ആകരുത്, ഇന്നലെ എന്തായിരുന്നുവോ അതിനേക്കാൾ മെച്ചപ്പെട്ടാൽ മതി എന്ന് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കപ്പിത്താൻ വിരാട് കോഹ്ലിയുടെ വിജയപരാജയങ്ങളിൽ ചേർത്ത് നിർത്തിയ ഭാര്യയായ അനുഷ്ക ശർമ്മയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ വരികൾ ഇങ്ങനെ: തന്റെ പ്രിയതമന്റെ കഷ്ടപ്പാടിനെ കുറിച്ച്, അവർ റെക്കോർഡുകളെ കുറിച്ചും നാഴികക്കല്ലുകളെ കുറിച്ചും പറഞ്ഞേക്കാം, പക്ഷേ നിങ്ങൾ ഒരിക്കലും കാണിച്ച കണ്ണുനീർ, ആരും കാണാത്ത പോരാട്ടങ്ങൾ, ഈ ഫോർമാറ്റിൽ നിങ്ങൾ നൽകിയ അചഞ്ചലമായ സ്നേഹം എന്നിങ്ങനെ ഞാൻ ഓർക്കും. ഇതെല്ലാം നിങ്ങളിൽ നിന്ന് എത്രമാത്രം നഷ്ടപ്പെടുത്തിയെന്ന് എനിക്കറിയാം. ഓരോ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷവും നിങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമാനും അല്പം വിനയാന്വിതനും ആയി തിരിച്ചു വന്നു. അതിലൂടെ നിങ്ങൾ പരിണമിക്കുന്നത് കാണുന്നത് ഒരു പദവിയാണ്. എങ്ങനെയോ നിങ്ങൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നത് വെള്ള വസ്ത്രത്തിൽ ആയിരിക്കുമെന്ന് ഞാൻ എപ്പോഴും സങ്കല്പിച്ചിരുന്നു. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ പിന്തുടർന്നു. അതിനാൽ എൻ്റെ സ്നേഹം അറിയിക്കാൻ ആഗ്രഹമുണ്ട്. ഈ വീഡിയോയുടെ എല്ലാ ഭാഗങ്ങളും നേടിയിട്ടുണ്ട്. ഇതായിരുന്നു പോസ്റ്റ്. കഷ്ടപ്പെട്ടവന് മാത്രമേ കഥയുള്ളൂ, ചരിത്രത്തിൻ്റെ വീരപുത്രനാകുകയുള്ളൂ.